ഏതായാലും സർക്കാർ മാറിയതിൻ്റെ ഗുണം കാണുന്നുണ്ട്. SFIയുടെ ബ്ലേഡ് കൊണ്ട് നടക്കുന്ന ആശാന്മാർ, ബ്ലേഡ് വിദഗ്ധന്മാരിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ പോലീസിനെ ബ്ലേഡ് വെച്ച് ആക്രമിക്കാൻ പോയ ഒരാളിനെ പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ ബ്ലേഡ് മാഫിയ തലവനെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പം അയാളുടെ പേര് നന്ദൻ. MA നന്ദൻ. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്നാണ് ഇന്നലെ പോലീസ് പിടിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി നിന്നായിരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മുങ്ങി തന്നെയായിരുന്നു. ഇത് പഴയ ഓർമ്മയിലാകെ നിന്നാൽ ഇവരെല്ലാം ഇപ്പോഴും ഇവർ സ്ഥലയിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഇപ്പോഴും പിണറായി സാഹു മുഖ്യമന്ത്രിയാണെന്നുള്ള ചിന്തയിൽ ഇവർ ഇറങ്ങി നടക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അപകടകരമായ ഒരു പരിപാടി അവന്മാർ കാണിച്ചത്. ഇത് നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പോലീസിനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ വന്നത്. മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി തന്നെയാണ്. അതിനകത്ത് IHRD ഫീസ് വർധനയ്ക്കെതിരെയുള്ള സമരമായിരുന്നു. ഇവർക്ക് സമരം ചെയ്യാൻ വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഫീസ് വർദ്ധിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരു IHRDയിൽ അവരെ പഴയ നേതാവ് VS വലിയ പദവിയിൽ ഇരിപ്പുണ്ട് അവിടെ. അതെ. അപ്പോൾ അങ്ങനെ വന്ന സമരമാണ്. ആ സമരത്തിനിടയിൽ വന്ന ഈ ആശാന്മാർ വിരലിനിടയിൽ നല്ല മൂർച്ചയേറിയ ബ്ലേഡ് തിരികെയാണ്. പോക്കറ്റടിക്കാരാണ് സാധാരണ ഇത്തരം പരിപാടി കാണിക്കാറുള്ളത്. ഈ മൂർച്ചയേറിയ ബ്ലേഡ് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ ഇതിന് നല്ല പരിശീലനം കിട്ടിയ ആളുണ്ടെന്ന് പറയും. ഒറ്റ കീറലാണ് ഇതിങ്ങനെ കീറി അതിനകത്തോടെ ഇത് പിടിച്ചോണ്ട് അങ്ങ് പോകുന്ന പരിപാടി. ഇത് കൊണ്ടുവച്ചിട്ട് ഇവർ പോലീസിനെ ഇത് വെച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് പോലീസുകാർക്ക്, 5ഓളം പോലീസുകാർക്ക് ശരീരവാസ അവർക്ക് ആദ്യം മനസ്സിലായില്ല. അവർ എന്താണ് പിന്നെ ശരീരം നീറ്റലും ഒന്ന് നോക്കുമ്പോൾ ദേഹം മുഴുവൻ. അല്ല, ഇത് വേറെ കാര്യമുണ്ട്. ഇത് പൂളുമ്പോൾ നമ്മൾ അറിയത്തില്ല. ഇല്ല, ഇത് വെച്ച് നമ്മളിതിൽ ഇങ്ങനെ ഒരു സാധനം വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞേ ഇത് നമ്മൾ അറിയത്തുള്ളൂ. ഇത് ദാണ്ട ബ്ലഡ് വരുന്നു, ഇതെന്താ മുറിവ് അങ്ങനെ വന്നു. ഈ മുറിവിനെല്ലാം ചെറിയ ചെറിയ ആഴവേ ഉള്ളായിരുന്നു. ഇത് പക്ഷേ ഒരു ഇച്ചിരി കനത്തി പിടിച്ചിരുന്നെങ്കിൽ ഇത് നല്ലപോലെ പൊളന്നു പോയി. വളരെ അതാണ് ഞാൻ പറഞ്ഞത്, വളരെ അപകടകരമാണ്. ഇത് പിടി വീഴുന്ന കണ്ടപ്പോൾ ഒരുത്തനെ പിടിച്ചോണ്ട് ഷർട്ട് പൊക്കിയിട്ട് ഇവര് തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചാപ്പ ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല, തലങ്ങും വിലങ്ങും ഷർട്ട് എന്നിട്ട് അതിനെ മണ്ടക്കിട്ട് ഇതാണ്ട പോലീസ് ഞങ്ങളെ ബ്ലേഡ് വെച്ച് മാന്തി. ഒന്ന് ആലോചിച്ച് നോക്കണേ. പച്ചക്കള്ളം പറയാൻ പിണറായി വിജയൻ പഠിപ്പിച്ചു വിട്ടതായിരിക്കും ഇവരെ. പക്ഷെ എന്നാലും പഴയതുപോലെ ഇപ്പോൾ ഈ പാണ്ഡനായുടെ പല്ലിന് ശബരിയും പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് കുഞ്ഞന്താൻ പേര് പറഞ്ഞാൽ പരിപാടിയൊന്നും ഇപ്പോൾ നടക്കണില്ല. ആൾക്ക് അറിവ് വെച്ച് തന്നെ ഇങ്ങനെ ഇത് കാണിച്ചാൽ അതൊക്കെ ആളൊക്കെ മനസ്സിലാവും. അമ്മാർ എന്നെ ബ്ലേഡ് കൊണ്ടുവന്നുള്ള മനസ്സിലാവും. ഇത് ED ആക്രമിച്ച കേസിന് സമാനമാണ്. പോലീസിന് നേരെ ആക്രമണം നടത്തി മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചു. ബ്ലേഡ് മാരകായുധമായി മാറി ആണല്ലോ, അത് ഉപയോഗിച്ച് ആക്രമിച്ചു. അപ്പം സ്വാഭാവികമായും അകത്ത് കിടക്കും. കുറേ പേരുണ്ട്, കുറേ ആശാന്മാരുണ്ട്. രണ്ടാമത്തെ ആളാണ് ആ കഴിഞ്ഞ ദിവസം അൽ അമീൻ എന്ന് പറഞ്ഞ കാട്ടാക്കട എന്നൊരു പ്രവർത്തകനെയാണ് പിടിച്ചത്. എല്ലാവനും എളി കയറി പോകുന്നതാണ്. അതിന് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ പണ്ടായിരുന്നു ഈ SFIക്ക് ആളെ കിട്ടിക്കൊണ്ട് ഗുണ്ടായിസവും ഹീറോയിസവും ഒരേ സമയം സമന്വയിക്കുന്ന മാസാണ്. ഇത് വലിയ വായി കൊള്ളാത്ത പ്രസംഗം, അമൃതം പൊടി കലക്കി കുടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് വായി കൊള്ളാത്ത പോലെ രീതിയിൽ അതാണ് ഞങ്ങൾ ഏതാണ്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചു പയ്യൻ പ്രസംഗിച്ചിട്ട് അവൻ വൈറലായിട്ട് അവനെ ട്രോളാത്ത മനുഷ്യരാരും ഈ ലോകത്തില്ല. ഞാൻ ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു നെടുമങ്ങാട്ടേക്ക് പോകുമ്പോൾ വഴിയിലെടുത്ത് ഒരു പ്രസംഗിക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കൊടുത്ത് നിന്ന്. ഇതേ ഭാഷ തന്നെയാണ്. ഇത് കണ്ണൂർ നേതാക്കന്മാർ അതേ സ്റ്റൈലിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. ഇവരുടെ ഭാഷയ്ക്കൊരു നല്ല ഗൃഹപാഠമുണ്ട്. അത് എങ്ങനെയാണെന്നറിയാം, ഒരു പ്രസംഗത്തിനൊരു ശൈലിയുണ്ട്. അതിപ്പം പിണറായി വിജയൻ ആയിക്കോട്ടെ, പന്ന്യൻ രവീന്ദ്രൻ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് നമ്മൾ പൊതുവേ പറയാം. CPIയും അവിടെ CPIM ഒരു വ്യത്യാസമൊന്നും വേണ്ട. ഇവരാദ്യം അങ്ങോട്ട് വന്നു നിൽക്കുന്നത് ആഗോളീകരണത്തിലാണ് തുടങ്ങുന്നത്. അമേരിക്കയും ആഗോളവൽക്കരണത്തെയും കുറേ തെറി പറയും. അത് എന്നിട്ട് യൂറോപ്പിലൂടെ ചൈനയിലൂടെ വന്നിട്ട് നേരെ ബംഗാളിലോട്ട് വരും, അല്ല ഇന്ത്യയിലോട്ട് വരും. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതിഗതികളെക്കുറിച്ച് ഒരു ചർച്ച പറഞ്ഞിട്ട് അതിനുശേഷം ബംഗാളിലൂടെ ത്രിപുരയിലൂടെ വന്നിട്ട് നേരെ കേരളത്തിൽ വരും. ഒരു കാലത്ത് ശക്തി കേന്ദ്രമായിരുന്ന ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ മരുന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ കിട്ടാനില്ലേ ഇപ്പോൾ? അല്ല, നമ്മൾ ഈ ശൈലി അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ പിണറായി വിജയൻ പ്രസംഗിക്കുന്നു എന്ന് വരിക. പത്തനംതിട്ട ടൗണിൽ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ നമ്മൾ വിളിച്ച് അവിടെ നോക്കുക, അവിടേക്ക് സ്പെഷ്യൽ ബ്രാഞ്ചുകാരോട് ചോദിക്കും പിണറായി വിജയൻ വന്നായിരുന്നു എന്ന് ചോദിക്കും. വന്ന് പ്രസംഗം തുടങ്ങി. ഇപ്പം റഷ്യയെക്കുറിച്ചല്ലേ പ്രസംഗിക്കുന്നത്? അതെ, ശരി. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വിളിക്കും, ഇന്ത്യയിലെത്തിയോ? ഇന്ത്യയിലെത്തി. 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, ബംഗാളായോ? ഓക്കെ. നമ്മളപ്പോൾ ഉടനെ അങ്ങോട്ട് ചെല്ലും. കേരളത്തിലൊക്കെ വരുമ്പോൾ മതി നമുക്ക്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് വരുന്ന ഭാഗത്ത് മാത്രം ചെല്ലുമ്പോഴത്തേക്കാണ് ഈ കേരളത്തിലാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. അന്നേരം ഈ ബാക്കി മൊത്തം ആഗോളീകരണവും ആഗോള വിഷയവും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരുന്നത്. എല്ലാ മക്കൾ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും അമേരിക്കയിലാണ് നമ്മൾ ഓർത്തോളണം. ഈ ശൈലിയാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇവർ പിന്തുടർന്നു പോകുന്നത്.
അത് CPI-കാരനാണെങ്കിലും CPM-കാരനാണെങ്കിലും ഈ രീതിയിൽ ഇതേ രീതിയിലാണ് ഈ പന്നിന് MP ആറിനൊക്കെ വേറെ ശൈലിയും ഉണ്ട്. ചോദ്യം ചോദിക്കും, അവരുടെ ഉത്തരം പറയും. അതെ. അവർ ചോദിക്കുന്നു, അവരുടെ ഉത്തരം പറയുന്നു. ചോദ്യം ചോദിച്ചു ഉത്തരം പറയും. ഇതൊക്കെ കാലഹരണപ്പെട്ടിയ പരിപാടികളാണ്. ഇപ്പോഴും ഇവർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ആര് പറഞ്ഞു ആർക്കാണ് ഇവർ ഇതൊക്കെ? പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നോ എങ്ങനെ ഞാൻ പറഞ്ഞു, പറഞ്ഞു അപ്പം പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ഒരു പന്നിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ പ്രസംഗമില്ല. പണ്ട് പുരുഷന് യുദ്ധമില്ലെന്ന് പറഞ്ഞ പോലെ ഇവർക്കൊന്നും പ്രസംഗമില്ല. ഇപ്പൊ ഇവർക്കാർക്കും ആള് വേണ്ടേ? ഇതൊന്നും ആരും സഹിക്കില്ല. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം. ആദ്യമൊക്കെ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് സ്കിറ്റുകളായിരുന്നു ഇതിനകത്ത്. ഏതാ ഈ പിന്നെ ഇവരുടെ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ. അത് പിന്നീട് റീൽസായി. ആ റീൽസ് എന്നുള്ളത് 1.5 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം വന്ന് 30 മിനിറ്റ് താഴെ, 30 സെക്കൻഡ് താഴെ. ഇവരൊക്കെ പ്രസംഗിച്ച പ്രോളന്മാരൊക്കെ കൊയ്ത്താണ്. തന്നെയാണ്. ഇപ്പം ആരെങ്കിലും പത്രം കുത്തിയിരുന്നു വായിക്കും, എടുത്തൊന്ന് നോക്കി വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോകും അല്ലേ എന്ന് പറഞ്ഞാൽ കാലം മാറി. അപ്പം SFI-കാരനും ഇതേ ഒരു പാറ്റേണിലാണ് പ്രസംഗിച്ചു വരുന്നത്. ഈ പ്രസംഗവും ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ഇതുമില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന് ശേഷം പോലീസുകാർ നോക്കുമ്പം ഒരുപാട് ഉപേക്ഷിക്കപ്പെട്ട ബ്ലേഡ് കണ്ടു. അപ്പോൾ ഇവർ ഈ ചാനൽ ഇവരുടെ ക്യാമറയിൽ പതിഞ്ഞതിനകത്ത് ഇത് കുറച്ച് ബ്ലേഡ് വെച്ച് ഇവന്മാർ ഈ പാരിക്കാട് കെട്ടിരുന്ന മടം മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് മടം മുറിക്കാൻ പോകുന്ന ബ്ലേഡല്ല. ഈ ബ്ലേഡ് കൊണ്ടൊന്നും മടം മുറിക്കാൻ അത് പറ്റില്ല. അവർക്ക് അറിയുകയും ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വന്നപ്പോൾ ഇവർ അത് അതിനു വേണ്ടി കൊടുത്തതാണെന്ന്. അതിനുശേഷം പോലീസ് പറയുന്നതിന് മുമ്പ് ഇവരിറക്കി വിട്ടു, ഞങ്ങളെ പോലീസ് മാരകായുധങ്ങൾ കൊണ്ടാക്കി വെച്ചു, ബ്ലേഡ് കൊണ്ട്. ഏതൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പയ്യനെ പിടിച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞാണ്. അല്ലേ, മരുന്നടിക്കുന്നവന്മാരെല്ലാം കൂടെ ആണ്. അവർക്ക് ഈ മുറിവ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമില്ല. അപ്പോൾ അതെടുത്ത് വെക്കും. എന്താണെങ്കിലും ഇപ്പോൾ ഈ വരയം കുതിരയെ പോലെ ബ്ലേഡ് കൊണ്ട് വരച്ചിൽ മേടിച്ചവനുണ്ടല്ലോ, യവന്മാർ സഹിതാകത്തു എല്ലാത്തും. എന്നിട്ട് ഇവർ പുറത്തിറങ്ങി വലിയ പ്രചാരണം. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധമാണ് ബ്ലേഡ്. ആ ബ്ലേഡ് ഉപയോഗിച്ച് ഞങ്ങൾ SFI-കാർ ബ്ലേഡ് കൊണ്ട് നടക്കുന്നവരല്ല. വളരെ ദുർബലമായ പ്രതിരോധമാണ് ഇവർക്ക്. ഇനിയും നേരം വെളുത്തിട്ടില്ല. നമ്മൾ നേരത്തെ പലതവണ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം നിലവിൽ എങ്ങുമൊന്നും ഇവർക്ക് കള്ളം പറയാൻ സാധിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് വരെയാണ് ദൃശ്യങ്ങൾ വരികയല്ലേ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഇവർ പറഞ്ഞ് ഇവരെ മാന്തി എന്ന് പറഞ്ഞത് ദൃശ്യങ്ങൾ പുറകെ വന്നു. പോലീസുകാരെ ഇവന്മാർ മാന്തിയതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. ഓരോരുത്തനെയായിട്ട്. ഏതായാലും SFI-യുടെ ജില്ലാ പ്രസിഡന്റ് നേരത്തെ നമ്മുടെ ED ആക്രമണത്തിൽ ജാമ്യം കിട്ടി വെളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി സെക്രട്ടറി തൽക്കാലത്തിൽ കുറച്ച് അവിടെ പോയി ഇരിക്കട്ടെ. അപ്പോൾ പ്രസിഡന്റ് കാര്യങ്ങളൊന്നും ആയിക്കോളൂ. എന്താണെങ്കിലും നമ്മുടെ കാലത്തെ ഈ യുവാക്കൾ ഇനിയെങ്കിലും കാര്യങ്ങൾ കണ്ടുപഠിക്കണം. ഈ വല്ല നേതാക്കൾക്കും വേണ്ടി അവരുടെ കള്ളത്തരങ്ങൾക്ക് വേണ്ടി കുട പിടിക്കാൻ വേണ്ടി എന്തിനാ വീട്ടിൽ പ്രായം ചെന്ന അച്ഛനെയും അമ്മയൊക്കെ ഇട്ടയച്ച് വെറുതെ നിങ്ങൾ ജയിലിൽ പോയി കിടക്കും. ഇവന്മാരെയൊക്കെ മക്കൾ, നേതാക്കന്മാരെ മക്കൾ വിദേശത്ത് സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട്. അവിടെ പോയി പഠിക്കുന്നു, അവിടെ പോയി ജോലി വാങ്ങുന്നു. സുഖം. ഇത്തവണ ബ്ലേഡ് മന്ത്രിയപ്പോൾ ഇത്തവണ ഈ പിടിച്ചോണ്ടിയ പ്രതികളെ വീട്ടിലെ പോയി ഇട്ടിട്ടില്ല, കുടിലിന്റെ അവിടെ ഇട്ടിട്ടില്ല. ഇത്തവണ ബ്ലേഡും കൊണ്ട് വന്നാൽ അടുത്ത തവണ വടിവാളുമായിട്ട് വരും. അതാണ് ഇവരുടെ ഒരു രീതി. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്രൗണ്ട് എതിരാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇവർക്ക് എതിരാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണെങ്കിലും ഒരുത്തനകത്ത് പോയിട്ടുണ്ട്, ഇറങ്ങി വരാൻ വളരെയധികം പാടുപെടും. ഈ പഴയ ED ആക്രമണ കേസിൽ ഇന്നലെയും കുറേ പേര് അപ്പീൽ തള്ളിയിട്ടുണ്ട്. 1 മാസത്തിന് മേലെയായി അകത്ത് കിടക്കുകയാണ്. അത് എത്ര നാൾ കിടക്കുമെന്ന് അറിയത്തില്ല. ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതുകൂടി വരും. ഇതിനിടയ്ക്ക് ഇവരുടെ അന്വേഷണം, രഹസ്യാന്വേഷണം, IB-യുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം വേണം NIA വരണോ അതോ വേറെ വല്ലവരും വരണോ എന്നുള്ളത് തീരുമാനിക്കുക, CBI വരണോ എന്നുള്ളത് തീരുമാനിക്കുക. എന്താണെങ്കിലും നല്ല ശേലാണ്. ഇവർ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ കോൺഗ്രസിനൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ കേന്ദ്രസേനയുടെ കയ്യിലാണ്. ഇനി ഇതുവഴി വരില്ല, ആനകളെയും തെളിച്ചുകൊണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും.